ഡോക്ടർ, അരവിന്ദേട്ടന് പേഷ്യന്റ് ബോധം തെളിഞ്ഞു. How is he? Improving, doctor. ഇഞ്ചക്ഷൻ എടുക്കൂ. കൊച്ചമ്മേ, മണി 6 റീസ ഇവിടെ തന്നെ കാണണം. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ബോധം തെളിഞ്ഞല്ലേ? ഡോക്ടർ പ്രകാശ് ഫോൺ ചെയ്തിരുന്നു. താങ്ക് യു വെരി മച്ച്. ആരാ നണിയമ്മ വെളിയില്? എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതാ. അവർ കുഞ്ഞിനെ കാണാതെ പോവില്ലെന്നാ പറയുന്നത്. അവർ ദൂരെ എങ്ങാണ്ടെന്ന് വരിക. വിളിക്ക്. ദേ വിളിക്കുന്നു. എന്താ? കുഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണം. എന്താ ഇത്? കുഞ്ഞ് ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയണം. നിങ്ങൾ ആരാ? എന്ത് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പകരം വീട്ടരുത്. എന്റെ മോനെ കൊല്ലരുത്. ഞാൻ അരവിന്ദന്റെ അമ്മയാണ്. അവന്റെ ജീവനിപ്പോ കുഞ്ഞിന്റെ കയ്യില. കൊല്ലണമെങ്കിൽ കൊല്ലാം. ചോദിക്കാനും പറയാനും ആരുമില്ല, ദൈവമല്ലാതെ. രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നാ അവിടെ ആശുപത്രിയിലുള്ള എല്ലാവരും പറയണത്. രക്ഷപ്പെട്ടിട്ട് എന്തിനാണെന്ന് പോലീസുകാർ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ കരുതാനൊക്കോ കുഞ്ഞെ? ഞാൻ പെറ്റ തള്ളയല്ലേ. തൂക്കാൻ കൊണ്ടുപോണതിന് മുമ്പ് നല്ല ജീവനോടെ എനിക്ക് അവനൊന്ന് കാണണം, സംസാരിക്കണം. അവനും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. എനിക്കെല്ലാം അറിയാം കുഞ്ഞ്. മറക്കണമെന്നും പൊറുക്കണമെന്നും കുഞ്ഞിനോട് പറഞ്ഞ അത് തന്നെ ഒരു തെറ്റല്ലേ? പഠിപ്പും വിവരവും ഇല്ലെങ്കിലും ഒരു എറുമ്പിനെ പോലും കൊല്ലാത്തവനായിരുന്നു എൻ്റെ അരവിന്ദൻ. പക്ഷേ അവസാനം അവൻ ചെയ്തത് ആരും ക്ഷമിക്കാത്ത കുറ്റമായിരുന്നു. എന്നാലും എനിക്കെന്റെ മോനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുഞ്ഞിന്റെ അമ്മ പറയുന്നത് കരുതിയാ മതി. എന്റെ മോനെ രക്ഷിക്കണം കുഞ്ഞെ. മോളെ, എന്താ ഇതൊക്കെ? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. വേണ്ട വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ല കുഞ്ഞ്. ദൈവത്തെ ഓർത്തത് വാങ്ങണം. ഇപ്പൊ ചെന്ന ഒരു ബസ്സുണ്ട്, ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ. എന്തിനാ കരയുന്നേ? ഏതായി കുട്ടി? അരവിന്ദന്റെ മോള കുഞ്ഞുലക്ഷ്മി. ഇവളെ പെറ്റപ്പോഴേ ഇവളെ തള്ള മരിച്ചു.
ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? 2 ദിവസം കൊണ്ട് നോർമലാവുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ സാവിത്രി എവിടെ? റൂമിലുണ്ടാവും. ഇല്ല, ഊണ് കഴിക്കാൻ പോയി. ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉണ്ടാവും. ഡോക്ടർ സാവിത്രി, ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. അരവിന്ദനെ കണ്ടില്ലേ? കണ്ടു. അത് പറയാൻ വേണ്ടി തന്നെയാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അടുത്ത ജൂണിൽ പെൻഷൻ. അതിനു മുൻപ് ഇങ്ങനൊരു ബാഡ് റിമാർക്ക് കൂടി പിരിഞ്ഞു പോകുന്നോർത്ത് വിഷമം. ഈ വയ്യാവേലി എങ്ങനെയൊന്ന് നടക്കാറായാൽ എടുത്ത് അകത്തിടണം. പിന്നെ സർക്കാർ തൂക്കിക്കൊല്ലോ തല്ലിക്കൊല്ലോ എന്ത് വേണേ ചെയ്തിട്ട് എന്റെ തല ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഹോം മിനിസ്റ്റർ ഇന്നലെ ഡോക്ടർ സാവിത്രിയുടെ പേര് പല പ്രാവശ്യം റെഫർ ചെയ്തു. പുള്ളിക്കാൻ ഇതുവരെ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അങ്ങേര് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ എതിർ കക്ഷിയിൽപ്പെട്ട ഒരാള് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ തെറിക്കാൻ അത് മതി. വരട്ടെ. റൈറ്റ്. രാജു എപ്പോ വന്നു? കുറെ നേരമായി. അമ്മാവനകത്തുണ്ട്. ചായ. അവിടെ വച്ചേക്കൂ. അമ്മാവൻ എപ്പോ വന്നു? ഒറ്റയ്ക്കാണോ? രാവിലെ വന്നതാ. അയ്യോ, ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ. തേച്ചു കുളിപ്പിക്കും തേവാരവും കഴിയട്ടെ എന്ന് വെച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേടി? നീ എന്ത് ഭാവിച്ചോണ്ടാണെന്ന്? തന്തയെ കൊന്നെ തേച്ചു കുളിപ്പിച്ചോളാന്ന് നീ ആരോടെങ്കിലും ഏറ്റിട്ടുണ്ടോ? അവൻ നിന്റെ ആരാടി? അരവിന്ദൻ. എന്റെ ആരാ? ആരുമല്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. പരിക്കേറ്റ് എന്റെ മുമ്പിൽ വന്ന ഒരു പേഷ്യന്റ്, ഒരു ഹ്യൂമൻ ലൈഫ്. വേണമെന്നും വേണ്ട. നീ ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്തിട്ടുണ്ട് അവിടെ കഞ്ഞുവെക്കാൻ. മതി ഇതിന്റെ ജോലി. ഇന്ന് ഈ ജോലി രാജിവെക്കണം. അവൾക്ക് സേവ് ചെയ്യാൻ കണ്ടൊരു ലൈഫ്. പത്രത്തിൽ ഞാൻ വായിച്ചു. അരവിന്ദന്റെ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് 5 മണിക്കൂർ സമയം എടുത്താണ് ഡോക്ടർ സാവിത്രി തുന്നിക്കെട്ടിയത്. ആ മുറിവ് നിന്റെ തറവാട്ട് പോയാ. കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളഞ്ഞേക്കാൻ ഞാൻ ആളയക്കുന്നത് കണ്ടതല്ലേ നീ? അവന്റെയൊക്കെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കി. മതി എന്റെ ജോലി. ലീഗൽ പ്രശ്നങ്ങളിൽ ഉണ്ടായാൽ ഞാൻ നോക്കോളാം. കെട്ടിപ്പോഞ്ഞ് എടുക്കണേല്ലാം. അമ്മാവാ, ഉണ്ണി അടുത്ത ആഴ്ച വരും. അവനെയൊന്നും അറിയണ്ട. പറഞ്ഞു കേട്ടില്ലേ? എന്താ നോക്കി നിൽക്കുന്നേ? എന്താ നോക്കി നിൽക്കുന്നെന്ന്? കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്താ ട്രീസേ? എന്താ ട്രീസേ? നീ ആ മറിയുടെ മോളല്ലേ? പച്ചക്കറി. അതെ. എന്താ ട്രീസേ? അരവിന്ദേട്ടന് ബോധം വീണു. ഞരങ്ങും മൂളും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല പെയിനും ഉണ്ട്. ഡോക്ടർ പ്രകാശ് ഇല്ലേ അവിടെ? ഡോക്ടർ പറഞ്ഞത് കൊച്ചമ്മയെ വിളിക്കാൻ. അമ്മാവനിരിക്കൂ, ഞാൻ പോയിട്ട് വരാം. അമ്മാവാ, അമ്മാവാ. വണ്ടി എടുക്കടാ. അമ്മാവാ. How is he? Pulse is normal and BP is fine. Teresa, get the injection.
സംസാരിക്കണ്ട, കിടന്നോളൂ. സാവിത്രിയല്ലേ? സാവിത്രിയല്ലേ? സംസാരിക്കണ്ട, കിടന്നോളൂ. പ്രകാശ്, ഇനി പെയിനുണ്ടായാൽ ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തേക്കും. ശരി. ട്രീസ, അരവിന്ദേട്ടൻ എന്താ പറയാൻ വന്നേ? സാവിത്രിയല്ലേ? അതെ. സാവിത്രി, താൻ ചെറുപ്പമാ. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ റിട്ടയർമെന്റിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. അരവിന്ദൻ ആരുമാകട്ടെ, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പേഷ്യന്റ്. ഈ കേസ് ഒരു ചാലഞ്ചായിട്ട് എടുക്കുക, അല്ലാതെ രോഗിയുടെ വേറബോട്ട്സ് അറിഞ്ഞ് ചികിത്സിക്കുക, ഒളിച്ചോടുക, രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് അതിനേ സമയം കാണൂ. അതല്ല എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സ് എന്റെ കൺട്രോളിലല്ല ഡോക്ടർ. രാജിവെച്ച് പോകുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അയാളെ കാണുമ്പോൾ ഞാൻ അച്ഛനെ ഓർക്കും. പാതിരാത്രിയിൽ വീട്ടുമുറ്റത്ത് ഞങ്ങളുടെ എല്ലാം കൺമുമ്പിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഞാൻ എങ്ങനെ അയാളോട് സിമ്പതി കാണിക്കുക? ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. ഹ്യൂമൻ ഫീലിങ്സ് ഒന്നും ഒരു ഡോക്ടർക്ക് പാടില്ലെന്നുണ്ടോ? ഉണ്ട്, പാടില്ലെന്നുണ്ട്. വെറുപ്പ്, പ്രതികാരം, ഇതൊക്കെ പാടില്ലെന്നുണ്ട്. നിയമവും കോടതിയും ഒക്കെ അയാളെ തൂക്കിക്കൊല്ലാൻ വെച്ചിരിക്കാം. പക്ഷേ ഒരു രോഗിയായി, പരിക്കേറ്റവനായി നമ്മുടെ മുമ്പിലെത്തിയാൽ മടങ്ങി പോകുന്നത് വരെ ജീവിച്ചിരിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അത് നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. ഞാൻ ആർക്കും ഒന്നും നിഷേധിക്കുന്നില്ല. അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് പ്രതികാരം ചെയ്യാമായിരുന്നു. ചെറിയൊരു കയ്യബദ്ധം. 5 മണിക്കൂർ സമയമെടുത്താണ് അയാളെ ഞാൻ... ഇനി എനിക്ക് വയ്യ. അച്ഛന്റെ ആത്മാവ് ക്ഷമിക്കില്ല. ജീവിച്ചിരിക്കുന്ന എന്റെ ബന്ധുക്കൾ ക്ഷമിക്കില്ല. സാർ, ഞാൻ പോകും. ലീവ് ക്യാൻസൽ ചെയ്ത് 1 മാസത്തേക്ക് സാറിന് വരണം. അപ്പോഴേക്കും അയാൾ പോകും. പിന്നെ ഞാൻ മടങ്ങി വരാം. സാർ, കാപ്പി എടുത്തു വെച്ചു. കുട്ടി, ഞാൻ നിന്റെ സീനിയർ ഡോക്ടർ മാത്രമല്ല, അധ്യാപകൻ കൂടിയാ. 6 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ. തൊട്ടു താഴെയുള്ള ഡോക്ടർ ഫോറിൻ ഡെപ്യൂട്ടേഷനിൽ, പിന്നെയുള്ളത് നീയാ. ഞാനിപ്പോൾ മടങ്ങി വന്നാൽ ഒരനാവശ്യ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഞാൻ വരുന്നുമില്ല, നീ പോകുന്നുമില്ല.